ഹായ് അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചക്കപ്പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നല്ല രീതിയിൽ മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്രഹ്മസലി ഇട്ട് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. അതൊരു ഗോൾഡ് കളറൊക്കെ ആകുമ്പോഴത്തേക്ക് ചക്ക ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 10-15 ചക്കച്ചുളയാണ് എടുത്തിട്ടുള്ളത്. കൂഴച്ചക്കയാണ്. വരിക്കച്ചക്കയാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ 2-ാം തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് 2-3 ഏലക്കായും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമുക്കൊരു 3 വിസിൽ വരത്തക്ക രീതിയിൽ വേവിച്ചെടുക്കാം. പിന്നീട് ഞാൻ കുറച്ച് ചക്ക മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വേവിക്കാൻ വെച്ച ചക്ക നല്ല രീതിയിൽ വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കുന്ന ചക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർക്കുന്നത് ചക്കയ്ക്ക് ചക്കപ്പായസത്തിന് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ചൗവരിയും നേരത്തെ കുതിർക്കാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ കളഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വെള്ളം കുറവായിരിക്കും. അന്നേരം നമുക്ക് 1-ാം പാലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ എല്ലാം കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് മധുരത്തിന് ഞാനിവിടെ ചേർക്കുന്നത് ശർക്കര പാനിയാണ്. നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. ശർക്കര പാനിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ ഇതേപോലെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനിയാണ്. പിന്നീട് നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, തേങ്ങാക്കൊത്തൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയും കൂടെ നെയ്ക്കകത്ത് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചക്കപ്പായസം റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണിത് കുടിക്കാൻ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അന്നേരം എല്ലാവരും ചെയ്ത് നോക്കണം. ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നുണ്ട്. താങ്ക് യു.